ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയി പോയി ഈ വീഡിയോ ഇടാനായിട്ട്. ഞങ്ങളുടെ സ്കൂളിലെ ജേഴ്സി ഡേയുടെ വീഡിയോ ആണ്, ഫിഫ വേൾഡ് കപ്പിന്റെ. എന്താണ് കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ വീഡിയോ ഇടാനായിട്ട്. കാര്യം എഡിറ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അപ്പൊ ഉച്ചവരെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോയി. ഉച്ച കഴിഞ്ഞപ്പോ നമ്മൾ നേരെ പോയി ഒരു ഫേസ് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടോട് ഒരുമിച്ചാൽ പോയത്. അപ്പൊ ഫേസ് പെയിന്റ് ചെയ്യും, അതിന്റെ ഇടയിൽ വന്ന് തിന്നും. ഞങ്ങൾക്ക് ഇവരൊക്കെ ഫുഡൊക്കെ വാരി തന്നെയായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഫുഡ് തിന്നും, വീണ്ടും പെയിന്റ് ചെയ്യും. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ഫേസ് പെയിന്റ് ചെയ്തത്. അതിന്റെ ഇടയിൽ ഇതായിരുന്നു ഞങ്ങളുടെ ആർട്ടിസ്റ്റും ചെയ്തു. അല്ല, അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ കുറെ ക്ലിപ്സ് ഒന്നും എൻ്റെ ഇല്ല, വളരെ കുറച്ച് വീഡിയോ, കുറച്ചിത് മാത്രമേ എൻ്റെ ഉള്ളൂ. ഇതാണ് എന്റെ ഫേസിലെ പെയിന്റ്. ഞാൻ ഒരു ചെറിയാണ് വരച്ചത്. അങ്ങനെ കുറെ പേരും എല്ലാവരും ഇങ്ങനെ റെഡി ആവണതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. കുറച്ച് ഞങ്ങൾ ഈ പരിപാടി മീനിങ് നടക്കുന്ന ടൈമിലൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെയാണ് പോയത്. അപ്പൊ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണേന്. ക്ലാസ്സിലുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. നേരെ ഫ്ലാഗ് ഓഫിന്റെ പരിപാടിയാണ്. അത് ഓരോ ടീമിന്റെയും ഫ്ലാഗ് പിടിച്ചിട്ട് ഓരോരുത്തരും നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടീസ് ഒക്കെ തുടങ്ങി. കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായി. ഇപ്പൊ വീഡിയോ നടന്നിട്ട് ഇപ്പൊ കുറച്ചാളായല്ലോ, അതുകൊണ്ട് ഞാൻ അത് മറന്നുപോയി. പിന്നെതാ പിന്നെ നമ്മളുടെ ഫുൾ പാട്ടും വേളവും അടിപൊളി അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെതാ പിന്നെ ഫുൾ ജിൽ ജിൽ ടൈമൊക്കെ ആയിരുന്നു. പിന്നെതാ അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ചു നേരം പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വേറൊരു കോമ്പൗണ്ട് ഉണ്ട്, അവിടെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് ഫുൾ തകർക്കണായിരുന്നു. അതൊക്കെ നോക്കിയപ്പോ വീണ്ടും ഇവിടെ അടുത്ത പരിപാടി ലൈക് പാട്ടൊക്കെ ഇട്ട് ലാസ്റ്റത്തെ ഒരു കലാശക്കൊട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചാടി തുള്ളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു 5:30 മണിയായപ്പോഴേക്കും തിരിച്ച് വീട്ടിലോട്ട് വന്നതാണ്. അപ്പൊ ഇത്രയുള്ള ചെറിയൊരു വീടായിരുന്നു. അടുത്ത വീട്ടുകാരും അതിരിക്കുമ്പോ ബൈ.